കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് LDF ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും ചെറുപുഴയിൽ നടന്നു. CPM ഏരിയ സെക്രട്ടറി P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്താകെ നടപ്പിലാക്കണം എന്നുള്ള നിലയിലാണ് നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. തങ്ങൾ എന്താണോ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുക, അതാണ് ഈ ഉത്തരവിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും, ഇതാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ നിയമം നടപ്പിലായി വരുമ്പോൾ എല്ലാ പൗരന്മാരും അവരുടെ പൗരത്വം തെളിയിക്കണം. ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ പ്രത്യേക ആപ്പൊക്കെ ഉണ്ട്. ആ ആപ്പിലൂടെ നമ്മളെല്ലാം നമ്മുടെ പൗരത്വം തെളിയിക്കണം. അപ്പൊ ഈ പൗരത്വം തെളിയിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമ്മുടെ രാജ്യത്ത് നിലനിന്ന് പോകാൻ വേണ്ടി സാധിക്കൂ. ഇതെല്ലാം പറയുമ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ളൊരു നിലപാടായിട്ടാണ് ഇത് ഉയർന്നു വരാൻ വേണ്ടി പോകുന്നത്. ഹിന്ദുരാഷ്ട്രമായി മാറണമെന്ന് പറഞ്ഞാൽ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് രാജ്യത്ത് നിലനിന്ന് പോകാൻ വേണ്ടി സാധിക്കില്ല. അതുതന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തികച്ചും അപകടകരമായ രീതിയിലാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും എല്ലാം തകർത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. R.K. പത്മനാഭൻ, P. കൃഷ്ണൻ, K.P. ഗോപാലൻ, K.S. ദിലീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. +2 പഠനം കഴിഞ്ഞില്ലേ, ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്. 2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550, 9446007032, 9847813409. ലാൻഡ് ഫോൺ 04985 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്.